ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസിന് പിന്നാലെ 2 രോഗികൾ മരിച്ച സംഭവമുണ്ടായി. ഇതിൽ അണുബാധയുടെ ഉറവിടം തേടി മെഡിക്കൽ ബോർഡ് രംഗത്ത് വന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള വിദഗ്ധ സംഘം ഈ ആശുപത്രിയിൽ വന്ന് പരിശോധന നടത്തുകയാണ്. അണുബാധ വെള്ളത്തിൽ നിന്നാണ് നിന്നെന്ന് വന്നതാണ് എന്നാണ് സംശയം. ഈ ആശുപത്രിയിൽ നിന്ന് അശ്വിൻ പാലാഴി ചേരുന്നു. അശ്വിൻ, വിവരങ്ങൾ. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഡയാലിസിസിന് ആശ്രയിക്കുന്നത് നിരവധി പേരാണ്. പക്ഷേ അവരെയെല്ലാം ആശങ്കയിലാക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് വന്നത്. ഡയാലിസിസ് കഴിഞ്ഞ് മടങ്ങിയ 2 പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. അണുബാധയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അവർ ഔദ്യോഗികമായി ആരോഗ്യമന്ത്രിക്കടക്കം പരാതി നൽകാനിരിക്കുകയാണ്. പക്ഷേ ഇത് വലിയ വിവാദമായതിന് പിന്നാലെ ഒരു ആഭ്യന്തര അന്വേഷണം, ഒരു വകുപ്പുതല അന്വേഷണം ആരോഗ്യ വകുപ്പ് തന്നെ ആരോഗ്യമന്ത്രി തന്നെ നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വിവേക് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ ഹരിപ്പാട് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിൽ പരിശോധന നടത്തിയത്. അവിടുത്തെ RO വാട്ടർ പ്ലാന്റും അതിനു പുറമെ ഈ ഡയാലിസിസ് സെന്ററിലെ മറ്റു ഉപകരണങ്ങളും ഒക്കെ ഇന്നലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. പ്രാഥമികമായി അതിൽ നിന്നൊരു അണുബാധ ഏറ്റതായുള്ള സംശയം നിലവിലില്ല. എങ്കിൽ പോലും RO വാട്ടറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളൊരു സംശയം ഈ വിദഗ്ധ സംഘം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ RO വാട്ടറിലെ വെള്ളം അത് വിദഗ്ധ പരിശോധനയ്ക്ക്, രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന് പുറമെ ഈ ഡയാലിസിസിന് മുൻപ് രോഗികൾക്ക് നൽകുന്ന ചില മരുന്നുകളുണ്ട്, അതിൻ്റെ പരിശോധന കൂടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ സാമ്പിളുകളും ഡ്രഗ്സ് കൺട്രോൾ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും നിലവിൽ 15 ദിവസത്തേക്ക് ഈ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടുത്തെ ഡയാലിസിസ് സെൻ്റർ. അതിന് പകരം മാവേലിക്കര, വണ്ടാനം സർക്കാർ ആശുപത്രികളിൽ ഇവിടെ ഡയാലിസിസ് ചെയ്യുന്ന 50 രോഗികൾക്കുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതായും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ഈ വിദഗ്ധ സംഘം നടത്തുന്ന പരിശോധനയുടെ ഫലം, ആ റിപ്പോർട്ട് അത് ആരോഗ്യമന്ത്രിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ കൈമാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. എന്തായാലും അണുബാധയുടെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് പ്രാഥമിക ലക്ഷ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.